അസ്സലാമു അലൈക്കും. ഞാൻ എന്നുള്ളത് സിറാജുൽ ഹുദ കുറ്റ്യാടിയിലാണ്. സിറാജുൽ ഹുദനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് പേരോട് ഉസ്താദിൻ്റെ സ്ഥാപനമാണ്. പേരോട് ഉസ്താദ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാട് കാലം വയത് പറഞ്ഞ് അതേപോലെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ സാമൂഹികമായും കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. വികസനത്തിന് വേണ്ടിയിട്ടും ആകർഷകമായിട്ടുള്ള പ്രഭാഷകനും അതേപോലെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളാണ് പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിൻ്റെ സ്ഥാപനമാണ് സിറാജുൽ ഹുദ. അതായത് നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളിൽ, രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾക്കും അതേപോലെ കുട്ടികൾക്കും ഇവർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു വില്ലേജ് അതായത് ഉണ്ടാക്കിയെടുക്കുക. അത് കാണേണ്ട സ്ഥലമാണ്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് സംഭവം. അതായത് നമുക്കിപ്പോൾ ആധുനിക ഇതിൽ നമുക്കൊരുപാട് സാധ്യതകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്ഥാപനം തന്നെ നിലനിൽക്കുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന പിന്നോക്ക വിഭാഗമായ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എന്ത് പഠിപ്പിക്കണമെന്ന് അറിയാത്ത ഘട്ടത്തിൽ അവർക്ക് സൗജന്യമായ വിദ്യാഭ്യാസം നൽകി അവർക്ക് വേണ്ടുന്ന സ്കൂൾ സംവിധാനങ്ങൾ അത് ഭൗതികമായും അതേപോലെ മതപരമായിട്ടും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സിറാജുൽ ഹുദ വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതായത് വയനാട് എന്നുള്ള സ്ഥലം എന്നുള്ളത് ഏറ്റവും അതായത് കൃഷിക്കാരും അതേപോലെ താഴെത്തട്ടിലുള്ളവരും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലവും അതേപോലെ കാലിക്കറ്റിൻ്റെ ഒരു ഓരവും ഒക്കെ ഉൾപ്പെടുത്തിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് സിറാജുൽ ഹുദ ഉള്ളത്. ആ സ്ഥലത്ത് നമുക്ക് ഇത്രയും നല്ലൊരു കാഴ്ച നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എത്രയോ നല്ലവരായ ആളുകളുണ്ട്. അതായത് മരണപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാടുണ്ട് മഹാനായ, അതായത് പേരോട് ഉസ്താദിനെ പോലുള്ളവരാണ് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മക്കൾ, അതേപോലെ സാമൂഹ്യ പ്രവർത്തകർ, സംഘടനാ കുടുംബങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകൾ. അതായത് വയനാടിൻ്റെ താഴ്വരയിൽ മനോഹരമായ സൗന്ദര്യത്തിൽ പ്രകൃതിയുടെ മടിത്തത്തിൽ സ്ഥാപിതമായ ഈ കേന്ദ്രം വിദ്യാഭ്യാസ സാംസ്കാരിക ധാർമ്മിക വിപ്ലവ പ്രവർത്തനങ്ങളിൽ ബഹുമുഖ്യ പഠന കഴിവുകൾ, അതായത് MBA അങ്ങനെ ഒരുപാട് കോഴ്സുകൾ, അതേപോലെ സ്ത്രീകൾക്കാണ്, അതേപോലെ കുട്ടികൾക്ക്, അതേപോലെ വൃദ്ധന്മാർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ സെക്ഷനുകൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്യാമ്പസ് വില്ലേജ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഒരുപാട് നല്ല നല്ല നേതാക്കൾ, പണ്ഡിതന്മാരുണ്ട്, അതേപോലെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ബുദ്ധിജീവികളുണ്ട്. അവിടെ നമ്മൾ പറയുന്നത് അതായത് ദീനി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അതേപോലെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യനെ സ്നേഹിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം പേരോട് ഉസ്താദ് ആര് ശിഷ്യനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശിഷ്യനാണ്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവർ പകർത്തി നൽകിയ ഒരു കാര്യമാണ് അത് നേരെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മർക്കസ് പോലെ തന്നെ കാണാൻ അതിഗംഭീരമായ ഒരു സ്ഥാപനമല്ലേ സിറാജുൽ ഹുദ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് ഏകദേശം ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നെക്കൊണ്ട് നടന്നിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് പോയി നോക്കുക. ഇത് ഒരുപാട് കാണാനുണ്ട്. ഈ സമൂഹത്തിൽ നമ്മളിതൊക്കെ വളർത്തിക്കൊണ്ടുവരേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്. പരമ്പരാഗത പഠിപ്പിക്കലുമായി സംയോജിച്ച് ഗുണപരമായ പൊതുവിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ധാർമ്മികമായ മൂല്യങ്ങൾ വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അതിന് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനങ്ങൾ, സാമൂഹിക പ്രവർത്തകന്മാർ, ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ വികസനം ഉണ്ടാകുക. നമ്മുടെ സമൂഹത്തിൽ വികസനം ഉണ്ടാകുമ്പോൾ അത് നമുക്കും കൂടി ഗുണമല്ലേ, നമ്മളെ ചുറ്റിനുള്ളവർക്ക് ഗുണമല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല, മതം നോക്കേണ്ട ആവശ്യമില്ല, അതായത് ബാക്കിയുള്ളവരാരും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്ഥാപനത്തിൻ്റെ ആവശ്യം എന്താണ്, അവിടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിന് മെനക്കെടുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പോയതിന് ശേഷം പേരോട് ഉസ്താദിനെ കണ്ടു, സംസാരിച്ചു, ദുആ ചെയ്യിപ്പിച്ചു. അതേപോലെ അവിടെയുള്ള മീഡിയ വിങ്ങിനോടൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പ്രൊജക്റ്റുകൾ ഒക്കെ ഞാൻ അവരിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് സബ്മിറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ വിനിയോഗിക്കാൻ പറ്റുന്നവർ അവരായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ എന്ത് ചെയ്യും, മറ്റുള്ളവരും പ്രയത്നിക്കും. അത് കാരണമായിട്ട് നമുക്ക് അഭിമാനിക്കാം. നമ്മൾ കാരണമായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു സമൂഹം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്ഥാപനങ്ങൾ, ഒരു വ്യക്തികൾ നമ്മളെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് നമുക്കില്ല. ഇത് സിറാജുൽ ഹുദൻ്റെ വേറൊരു ആദ്യത്തെ, അതായത് സിറാജുൽ ഹുദ മുസ്ലിം ജമാഅത്ത്, സംയുക്ത മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള വേറൊരു സ്ഥാപനം കൂടിയാണ്. അങ്ങനെ സിറാജുൽ ഹുദയ്ക്ക് കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് പല പല പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. എല്ലാം അറിയണമെങ്കിൽ നമ്മൾ നേരിട്ടറിയണം. അപ്പോൾ നേരിട്ടെല്ലാവരും പോയി അതിനെപ്പറ്റി മനസ്സിലാക്കുക, അതിനെപ്പറ്റി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക. അത് മനസ്സുകൊണ്ടാവട്ടെ, വാക്കുകൊണ്ടാവട്ടെ, അതേപോലെ സാമ്പത്തികം കൊണ്ടാവട്ടെ, എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഉപകരിക്കും, നിങ്ങളെ മക്കൾക്ക് ഉപകരിക്കും, നിങ്ങളുടെ ചുറ്റുപാടിനും ഉപകരിക്കും. നമ്മൾ എന്തായാലും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണല്ലോ.
അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അഡ്രസ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. അത് ചുറ്റിനും നമുക്ക് എന്ത് ചെയ്ത സാമൂഹ്യപരമായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അത് തൗഫീഖ് എടുക്കട്ടെ. അപ്പോൾ വീഡിയോ കാണുന്നവരോട് പറയാനുള്ള, നിങ്ങൾ എന്നെയും നിങ്ങളെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ യാത്ര ഭംഗിയാൻ നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. പ്രാർത്ഥന പടച്ചവന് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ എനിക്കതിനും വലിയ ഭാഗ്യം. അപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.